ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അതിൽ നമ്മൾ സ്പെഷ്യലായിട്ടൊരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാക്കി കുറച്ച് വിഭവങ്ങളും പിന്നെ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് എൻ്റെ ഇറച്ചിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് വലിയ വലിയ പീസുകളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് വേവ് കയറാനായാലും അതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നല്ലോണം ഒന്ന് കഴുകി വാരി ഒരു കൊട്ടയ്ക്കകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ, മസാലപ്പൊടികളൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് പച്ചമല്ലിയും പെരുംജീരകവും പിന്നെ അതുപോലെ തന്നെ ജാതിപത്രി, പിന്നെ 2 ഏലക്ക, അതുപോലെ ഒരു കുഞ്ഞു ജാതിക്കയുടെ കഷ്ണം കൂടി ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറും വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മല്ലിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളതെല്ലാം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ശകലം വെള്ളത്തിനകത്ത് നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടുപ്പ് റെഡിയാക്കുന്നതിന് ശേഷം ഞാനൊരു മൺചട്ടിക്കകത്താണ് കേട്ടോ കറി വെക്കുന്നത്. നമുക്ക് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കുക്കറിൽ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ മൺചട്ടിക്കകത്ത് നമ്മൾ അടുപ്പിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാനത് വെള്ളം വാർന്ന ഇറച്ചി ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം മസാലയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ശകല ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന നേരത്തെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളികൾ, ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊന്ന് പൊളിച്ച് വെച്ചിട്ട് ഇത് പകുതി വേവാവുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ വെല്ലുള്ളി ഒട്ടും തന്നെ ചേർക്കുന്നില്ല, നമ്മൾ ചെറിയുള്ളി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയുള്ളി എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ബീഫിന് എപ്പോഴായാലും ചെറിയുള്ളിയാണ് ടേസ്റ്റ് കൊടുക്കുന്നത് വെല്ലുള്ളിയേക്കാളും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി കൂടുതലെടുക്കുക. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നമ്മൾ സ്ലൈസായിട്ട് അരിയണമെന്നില്ല, ജസ്റ്റ് ഞാൻ നടുക്കെ ഒന്നും പൊളർന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ അതിനകത്ത് കിടന്ന് അത് വെന്തരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെറിയ ഉള്ളിക്കാണെങ്കിൽ അതങ്ങനെ മുഴുവത്തോട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് എടുത്തതെല്ലാം വെളിച്ചെണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ആവശ്യത്തിന് തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാക്കൊത്ത് വഴറ്റിയിട്ടില്ല, ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഉള്ളിയുടെ കൂടെ തന്നെ ഇട്ടിട്ട് ഈ പകുതി വേവ് ആവുന്ന സമയത്ത് നമുക്ക് ഈ ബീഫിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് നല്ലോണം വെന്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ചീനച്ചട്ടിക്കകത്തേക്ക് ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക് ഇട്ട് അതുപോലെ തന്നെ ചെറിയുള്ളി, അതുപോലെ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ആ എണ്ണയ്ക്കകത്തേക്ക് തന്നെ കുരുമുളക് പൊടി ഇടുന്ന സമയത്ത് വെച്ചാൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് എരിവിന് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് നേരം നല്ലോണം ഒന്ന് ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ലോണം കുറച്ച് നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മളത് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആ അടുപ്പത്ത് വേവിച്ച സമയത്ത് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും കൂടി ഒന്ന് ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നല്ലോണം കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചേർത്തിരുന്ന വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്നത് കാണാം. ആ സമയത്ത് നമ്മൾ തേങ്ങക്കൊത്തിനൊക്കെ നല്ലോണം ടേസ്റ്റും ആ മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കാത്തവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മീറ്റ് മസാലയും ഗരം മസാലയും ഉപയോഗിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ പച്ചമല്ലിയൊക്കെ ചേർത്ത് അത് നമ്മൾ അടുപ്പത്ത് ചട്ടിക്കകത്തൊക്കെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാങ്ങ കറിയാണ് കേട്ടോ. നമ്മളിപ്പോൾ മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉപ്പുമാങ്ങ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ ഉപ്പുമാങ്ങ ഒരു കുക്കറിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് ഈ സമയത്ത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ആവശ്യത്തിന് ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു 3 ചെറിയുള്ളിയാണ് കേട്ടോ. അതുപോലെ തന്നെ പച്ച കാന്താരിമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മുടെ പച്ചമുളകിനേക്കാളും ടേസ്റ്റ് കിട്ടുക നമ്മുടെ കാന്താരിമുളകാണ്. അപ്പോൾ അതില്ലാത്തവർ പച്ചമുളക് യൂസ് ചെയ്യുക. പിന്നെ അതിനകത്തേക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് നല്ലോണം ഇതൊന്ന് അരച്ച് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയപ്പോഴത്തേനും മാങ്ങ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് നമ്മൾ തവി വെച്ചിട്ടൊന്ന് കുത്തി ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നല്ലോണം ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടി നമ്മുടെ വീടിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അളവനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് നമ്മളൊരു ചീനച്ചട്ടിക്കകത്തേക്ക് വറവിടാൻ വേണ്ടിയിട്ട് അല്പം ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവയും കടുകും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയാണ് കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിൽ തന്നെ ഉപ്പുമാങ്ങയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് തോരൻ വെക്കാൻ വേണ്ടി ബീൻസ് ജസ്റ്റ് മെഴുക്ക് പുരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബീൻസ് നല്ല മെഴുക്ക് പുരട്ടി അരിയാൻ വേണ്ടി ഇച്ചിരി നീളത്തിലരിഞ്ഞ് അതിനകത്തേക്ക് വെല്ലുള്ളിയും പിന്നെ 2 പച്ചമുളകും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലോണം ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി നല്ലോണം ചതച്ചിടുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് വറവെടുത്ത് നല്ലോണം ആ വെള്ളമായൊക്കെ നല്ലോണം പോകുന്ന രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഓൾറെഡി ഞാൻ എല്ല് കഴുകി കൊട്ടയ്ക്കകത്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വാരി വെച്ചിട്ടുണ്ട്. എല്ലിനുള്ള ഉള്ളിയും കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ മസാലപ്പൊടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നിടത്ത് സെയിം മസാല തന്നെയാണ് കേട്ടോ. നമ്മൾ പൊടികളൊന്നും എക്സ്ട്രാ അല്ല ചേർക്കുന്നത്. നമ്മൾ പച്ചമല്ലിയും ജീരകവും ജാതിപത്രയും ജാതിക്കയും ഏലക്കയും കൂടിയിട്ട് നല്ലോണം മൂപ്പിച്ച് നമ്മൾ മിക്സിക്കകത്തേക്ക് ശകലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം വെള്ളം കൂടെ ചേർത്ത് നല്ലോണം നരച്ചെടുത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മസാലയും എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ എല്ല് വേവിച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കുക്കറിനകത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കപ്പ പൊളിച്ച് കപ്പ നല്ലോണം മണ്ണായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് പൊളിക്കാൻ നേരത്ത് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊളിക്കുന്ന സമയത്ത് മുഴുവൻ ചെളിയായിരിക്കും. അപ്പോൾ അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പ മേടിച്ചിട്ട് ചിലതൊക്കെ കിളിന്ത് കപ്പകളുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളധികം എത്ര വേവിച്ചാലും ഒരു കിളിന്തായിട്ട് ഒരു നൂറില്ലാത്ത പോലത്തെ കപ്പകളുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോൾ മഴയുടെ ആണെന്ന് തോന്നുന്നുണ്ട്. കിട്ടുന്ന കപ്പയ്ക്കകത്ത് 1-2 അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ചിലതൊക്കെ തോല് പൊളിഞ്ഞ് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ചിലത് തോല് അങ്ങനെ പൊളിയുന്നുണ്ടായിരുന്നു. ഒരു വാടി പോലെയൊക്കെ അത് ഉണ്ടായിരുന്നത്. അപ്പോൾ കപ്പ പൊളിച്ച് അതൊന്ന് കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊത്തി നുറുക്കിയിട്ടൊന്ന് കഴുകി വാരി ഇച്ചിരി ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കറിക്ക് അത്യാവശ്യം മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അല്ലാതെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ വറുക്കാനായിട്ട് തേങ്ങയും ജീരകവും ഒരു ജാതിക്ക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാതിക്കയുടെ ഒരു കുഞ്ഞു കഷ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പച്ചത്തേങ്ങയും ബാക്കി ഒരു ഉണക്കത്തേങ്ങയായിട്ടുണ്ടായിരുന്നത്. ആ ഉണക്കത്തേങ്ങ ജസ്റ്റ് മിക്സിക്കകത്തൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ആ തേങ്ങ നല്ലോണം ഒന്ന് വറുത്ത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വെന്ത കപ്പയ്ക്കകത്തേക്ക് ഈ തേങ്ങ നമ്മൾ എല്ല് വേവിച്ചത് അതിന് മേളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അത്യാവശ്യം ഇച്ചിരി വലിയൊരു പാത്രം എടുക്കാറുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കപ്പയെല്ലാം കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വലിയൊരു പാത്രം തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ആ ജാറെല്ലാം കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ, അതുപോലെ നമ്മൾ ആ എല്ലിൻ്റെ പാത്രം കൂടെ ജസ്റ്റ് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം ആവി വരുന്ന രീതിയിൽ വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഞാൻ തൂളി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ കപ്പ വേവിച്ചപ്പോഴൊക്കെ കറിവേപ്പില ഇട്ടതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കുറച്ച് നേരം ആ വെള്ളത്തിനകത്ത് ഇരുന്ന് വേവുന്ന തരത്തിൽ കുറച്ചിടം തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലോ ഫ്ലെയിം ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലോണം ആവിയൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ കപ്പയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുത്തി ഉടക്കി, അപ്പോഴാണ് കുറച്ചൊരു കുഴമ്പ് രൂപത്തിൽ വരിക. അപ്പോൾ എല്ലാ കപ്പ കഷ്ണം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വെറുവെറാന്ന് കിടക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച് ഇതുപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.